നമസ്കാരം കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് കുറച്ച് ജോലികളുണ്ട്, അതാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോഴേ അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോഴേ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അമ്മയ്ക്കും കൊടുത്തതിന് ശേഷം പള്ളിയിൽ പോയി. പാത്രങ്ങളൊന്നും മഴക്കാതെയാണ് പോയത്. പള്ളിയിൽ വന്നിട്ട് എല്ലാം മഴക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴേ പള്ളിയിൽ പോകാൻ ഒരുപാട് നേരമായി. ഇപ്പോഴും ഞാൻ പെട്ടെന്ന് ഒരുങ്ങിയങ്ങ് പോയി. വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ അകത്തെ കിടക്കുന്നതേ ഉള്ളൂ. പുറത്തെ മുറ്റമൊക്കെ ഒന്ന് തൂത്തിട്ടാണ് പെട്ടെന്ന് ഞാൻ പള്ളിയിൽ പോയത്. വന്നു കഴിഞ്ഞ് പാത്രം കഴുകിയാണ്. ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ. പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അതിനുശേഷം കറികൾ വയ്ക്കാൻ ഞാൻ ഇന്നലെ പച്ചക്കറി ഒന്നും വാങ്ങിയില്ലായിരുന്നു. കുറച്ച് മുരിങ്ങയില എടുത്ത് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴേ വന്ന വഴിക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ അമ്മ ഇന്നലെ പറയുന്നത് കേട്ടോ, അമ്മയ്ക്ക് കഴിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ക്യാരറ്റ് പുഡിങ് കേക്കാണ് മേടിച്ചത്. പിന്നെ ഒരു കവർ ഉണ്ണിയപ്പമേ, മിച്ചറ്, പിന്നെ സ്വീറ്റ്ന ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. നമുക്ക് ചായയൊക്കെ അനത്തി കൊടുത്തു. പിന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇലയൊക്കെ ഒടിച്ച് അതൊക്കെ ഒന്ന് ഇലയൊക്കെ ഊരിയെടുക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ട, മീൻ വേണ്ട. അമ്മയ്ക്ക് ഇതുപോലുള്ള ഇല തോരനോ പച്ചക്കറിയുടെ ഐറ്റംസോ വല്ലതൊക്കെ മതി. അമ്മയ്ക്ക് വായിക്ക് രുചിയുള്ളത്. മീനിനോട് അത്ര ഇഷ്ടമില്ല, കമ്പമില്ല. ചിക്കനോ മീനോ ഒന്നും ഇപ്പം അങ്ങനെ കൂട്ടുന്നില്ല. വല്ലപ്പോഴും മീന് കൂട്ടിയാലായി, അത്രേ ഉള്ളൂ. ഇപ്പോഴേ അമ്മയ്ക്ക് ഇഷ്ടം ഈ ബേക്കറി ഐറ്റംസൊക്കെയാണ്. അത് ഞാൻ വാങ്ങി കൊണ്ടുവന്ന് ചായയും കൂടെ കൊടുത്തു. പിന്നെ ഞാൻ ഇല അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ഇല പറ്റിയാലോ അധികം ഇല്ലല്ലോ. പിന്നെ എനിക്ക് അത്രേ കിട്ടിയുള്ളൂ. പിന്നെ അമ്മയ്ക്ക് അത് തോരൻ വെച്ചു. ഒരു ചമ്മന്തിയാണ് അരച്ചത്. കറികളൊന്നും തയ്യാറാക്കാനുള്ള നേരമില്ല. നേരം 1 മണിയൊക്കെ കഴിഞ്ഞു. 1 മണിയൊക്കെ ആയി ഞാൻ തോരൻ വെച്ചെടുത്തപ്പോൾ. ഇപ്പോഴേ ഇലയിൽ കീടങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി പൊടിയൊക്കെ അടിച്ചിരിക്കുന്നതല്ലേ ഇല. ഇപ്പോഴേ നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകി 1, 2, 3 പ്രാവശ്യം അതൊന്ന് കഴുകി ഒലച്ചെടുത്തു. പിന്നെ ഞാൻ ഈ ഇലയെല്ലാം കൂടെ കൂട്ടി പിടിച്ച് ചെറുതായി അങ്ങ് അരിഞ്ഞു, നന്നായി അരിഞ്ഞു. അപ്പം ചെറിയ തണ്ടുണ്ടെങ്കിലും പെട്ടെന്ന് മുറിഞ്ഞ് പോരുമല്ലോ. പിന്നെ ഞാൻ അതിന് വേണ്ടുന്ന അരപ്പുകളൊക്കെ തയ്യാറാക്കിയെടുത്തു. ചോറ് ഉണ്ടായിരുന്നു, അത് ചൂടാക്കിയെടുത്തു. പിന്നെ അപ്പോഴാണ് ഞാൻ ചായയൊക്കെ ഇട്ട് അമ്മയ്ക്ക് കൊടുത്തത്. ഈ കൂട്ടത്തിൽ ഞാൻ തോരൻ വയ്ക്കുകയും ചായ ഇടുകയും കൂടെ ആയിരുന്നു. ഇപ്പോഴേ കൂട്ടുകാരെ പനിയുടെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പനി മാറിയതിൽ പിന്നെ എന്നും എനിക്ക് തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമാണ്. വോയിസ് ഓവറൊന്നും കൊടുക്കാനോ എന്തെങ്കിലും ശബ്ദത്തിൽ പറയാനോ ഒന്നും സാധിക്കില്ല. എന്തോ ശബ്ദത്തിന് നല്ല ഇടർച്ച പോലാണ്, എന്താ അറിയില്ല. ഇപ്പോഴേ കൂട്ടുകാരൊക്കെ ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞാൽ കൂട്ടുകാരൊക്കെ അങ്ങ് ക്ഷമിക്കുമല്ലോ. പ്രത്യേകിച്ച് എനിക്ക് ഈ ശബ്ദം കൊടുത്ത് പറയുന്നത് ഒക്കെ അറിയത്തില്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാനങ്ങ് പറയാൻ ശ്രമിക്കുകയാണ്. പിന്നെ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട്, കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇല അരിഞ്ഞതും അങ്ങോട്ടിട്ടു. പിന്നെ അതിന് മുമ്പായിട്ട് ഞാൻ അരപ്പിട്ട് വഴറ്റിയ ശേഷമാണ് നമ്മൾ ഇലയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ തന്നെയുള്ള കൈവെള്ളം ഇച്ചിരി കൂടെ തളിച്ച് അമ്മയ്ക്ക് അടച്ച് വെച്ച് തോരൻ റെഡിയാക്കി എടുത്തു. പിന്നെ ഞാനൊരു ചമ്മന്തിയാണ് അരച്ചത്. പിന്നെ തൈരുണ്ടായിരുന്നു, നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു. അപ്പോഴേ വീഡിയോ കണ്ടു നോക്കൂ. അതിനു മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്കും തരുന്നില്ല, ഹൈപ്പും തരുന്നില്ല. അപ്പോഴേ പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും എനിക്ക് ലൈക്ക് തരുമല്ലോ, അതുപോലെ തന്നെ ഹൈപ്പ് തരുമല്ലോ. പിന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരോട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്കൊരപേക്ഷയുണ്ട്. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂടെ കൂട്ടണേ, എന്നെ ഒന്ന് കൂട്ടാക്കണേ, അത്രയേ ഉള്ളൂ. അപ്പോഴേ
ഒരുപാട് 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 നന്ദിയും സ്നേഹവും ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ. അപ്പോഴേ കണ്ടു നോക്കൂ.